السلام عليكم. الحمد لله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച്, അതിന്റെ മഹത്വങ്ങളുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റവാത്തിബ് നിസ്കാരങ്ങളാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്ന നിസ്കാരത്തിനാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അതില് ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരമായിട്ട് നമ്മൾ പറഞ്ഞത് ഫജറിന്റെ മുമ്പുള്ള, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. ഈ 2 റക്അത്ത് നിസ്കാരം ഒരുപാട് പ്രത്യേകമായ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലാണെങ്കിലും അല്ലാത്തപ്പോഴും നാട്ടിലാണെങ്കിലും എപ്പോഴും നിർവഹിച്ചിരുന്ന നിസ്കാരമാണ്. സാധാരണ നമ്മൾ യാത്രയിൽ 4 റക്അത്തുള്ള നിസ്കാരം പോലും 2 ആക്കി ചുരുക്കി നിസ്കരിക്കും. അതേപോലെ സുന്നത്തുകളൊന്നും സാധാരണ നിർവഹിക്കാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലും അല്ലാത്തപ്പോഴും ഒക്കെ തീരെ ഉപേക്ഷിക്കാത്തൊരു നിസ്കാരമാണ് ഈ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത്. എന്നാൽ യാത്രയിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാനുള്ള കാരണം അത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ മുആഖദതൻ മിൻഹു അലാ റക്അത്തൈൻ ഖബ്ല സുബ്ഹ്. നബിക്ക് സുബ്ഹ്ക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിന് മേൽ അതിലുണ്ടായിരുന്ന അതുപോലുള്ള കർശനമായ ശ്രദ്ധ മറ്റൊരു സുന്നത്തിനുണ്ടായിരുന്നില്ല. അത്ര കർശനം വേറൊന്നിനുമില്ല. അത് ഒരിക്കലും ഒഴിവാക്കൂല. അതുകൊണ്ട് തന്നെ വലം യകുൻ യദഉഹുമാ അബദൻ. ഇമാം ബുഖാരി പറയാണ്, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്, അതിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ എന്നാണ്. ഫജ്റിന്റെ ഈ 2 റക്അത്ത് ദുനിയാവിനേക്കാളും ഒക്കെ മഹത്തരമാണ്. എന്തൊക്കെ ലോകത്തുണ്ടോ അതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ 2 റക്അത്ത്. ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅൻ. മറ്റൊരു ഹദീസിൽ പറയാൻ, എനിക്ക് ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും വലുത് ആ 2 റക്അത്ത് നിസ്കാരമാണ്. അത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നത്, അദ്ദുനിയ മുൻദു ഖുലിഖത് എന്ന് പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ അന്ത്യദിനം വരെയുള്ള അതിലുള്ള സർവ്വ അലങ്കാരങ്ങളെക്കാളും, ഈ ദുനിയാവിൽ എന്തൊക്കെ അലങ്കാരങ്ങളുണ്ടോ അതിനേക്കാളും, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മറ്റു വിഭവങ്ങളെക്കാളും മാളികകളെക്കാൾ വാഹനങ്ങളെക്കാൾ എല്ലാത്തിനേക്കാളും വലുത് ഈ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്താണ്. സുബ്ഹാനല്ലാഹ്. അതിനെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഈ ദുനിയാവിനേക്കാളും വലുത് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മതി, ഇപ്പൊ ഈ ദുനിയാവിൽ എന്തെല്ലാം വില പിടിച്ച വസ്തുക്കളുണ്ട്. നമുക്കിപ്പോ ഈ മണ്ണാർക്കാട് അങ്ങാടിയിൽ അതിന്റെ ഹൃദയഭാഗത്ത് ഒരു 10 സെന്റ് സ്ഥലം നമുക്ക് വെറുതെ ഇട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു കൊല്ലം നോമ്പെടുക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ നോമ്പെടുക്കും. ഒരു 100 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ നിസ്കരിക്കും. 1000 റക്അത്ത് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് 5 സെന്റ് സ്ഥലം തരാൻ അങ്ങാടിയിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യൂലേ. അള്ളാഹ് പറയുന്നത് എന്താണ്? 2 റക്അത്ത് നിസ്കരിച്ചാല് ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഒക്കെ മഹത്തരാണ് ഈ 2 റക്അത്ത് നിസ്കാരം. സുബ്ഹാനല്ലാഹ്. അത്രയും പ്രതിഫലം പരലോകത്ത് കിട്ടുന്നു. അത്രക്കും മഹത്തായ 2 റക്അത്തുകളാണ് അത്. കാരണം അതിന് അതാണ് അതിന് ഇബ്നു തൈമിയ്യ മറുപടി പറഞ്ഞത്. ഈ ദുനിയാവിലുള്ളതൊക്കെ എന്ത് ചെയ്യും? ഒരു സമയം വരും, നിശ്ചയ സമയം വരും. അത് കഴിഞ്ഞ് എല്ലാം നശിക്കും. എത്ര നമ്മൾ വെട്ടിപ്പിടിച്ചാലും, എത്ര പിന്നാലെ ഓടിയിട്ട് തേടി പിടിച്ചാലും ഒക്കെ ആ സമ്പത്തും അതൊക്കെ എന്ത് ചെയ്യും? ഒരു ദിവസത്തിൽ നശിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഈ 2 റക്അത്ത് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നശിക്കൂല. അത് നശിക്കാതെ എന്നും നമ്മുടെ അമലില് ബാക്കിയായിട്ട് അള്ളാഹു ഉണ്ടാവും എന്ന് അദ്ദേഹം പറയണം. അപ്പൊ അത്രക്കും മഹത്വമേറിയ 2 റക്അത്ത് നിസ്കാരമാണ് ഫജ്റിന്റെ മുമ്പുള്ളത്. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടി വരും? ഫജ്റിന് മുമ്പ് നമ്മൾ നേരത്തെ ഉളു എടുത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? പോരണം. അത് മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം, കൊണ്ടു നടക്കണം. നമ്മൾ തീരുമാനിച്ചാൽ നടക്കും. അലാറം വെച്ച് നീച്ച് ശരിയാക്കി. മൂന്നാമത്തെ കാര്യം, അന്നോ യുസന്നു തഖ്ഫീഫുഹുമാ എന്നാണ്. ഈ 2 റക്അത്ത് ദീർഘിച്ച് ഖുർആൻ ഓതി നിസ്കരിക്കാൻ ഉള്ളതല്ല. അത് നമുക്ക് നല്ലൊരു ഇളവാണ്. ദുനിയാവും അതിനേക്കാളുള്ളതൊക്കെ നമുക്ക് തരാന് ഖഫീഫത്തെ എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ടാണ് നിസ്കരിക്കാൻ, വളരെ പെട്ടെന്ന് നിസ്കരിക്കാൻ. കൂടുതൽ നേരം ഖുർആൻ ഓതേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. കാരണം അതിന് പണ്ഡിതന്മാര് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ വാജിബുകളൊന്നും നഷ്ടപ്പെടാത്ത വിധം കഴിയുന്നത്ര ചുരുക്കിക്കൊണ്ടാണ് ഈ 2 റക്അത്ത് നിസ്കരിക്കുന്നത്. കൂടുതൽ സമയം വേണ്ട.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യുഖഫിഫു റകഅത്തൈനി അല്ലതൈനി ഖബല സ്വലാത്തി സുബ്ഹ് ഹത്താ ഇന്നി ലാ അഖൂലു ഹൽ ഖറഅ ബി ഉമ്മിൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് റകഅത്ത് വളരെ വേഗത്തിൽ നിസ്കരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയിക്കുന്നു. അത്രമാത്രം വേഗത്തിൽ എന്ത് ചെയ്യും, ഇത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റകഅത്തിൽ ഏതാണ് ഓതുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തെ റകഅത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്താണ്, ചെറിയ സൂറത്ത് തൗഹീദ്. രണ്ടാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ്, ചെറിയ രണ്ട് സൂറത്ത്. അതായത് ഒന്നാമത്തേല് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേല് ഖുൽ ഹുവല്ലാഹു അഹദ്. ചില റിപ്പോർട്ടിൽ ചില സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലാത്തത് ഓതിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഓതൽ നിർബന്ധമൊന്നുമില്ല, ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റകഅത്തിൽ സൂറത്തുൽ ബഖറയിലെ 136 ആയത്ത് ഓതിയിരുന്നു. ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹിമ ഇസ്മാഈല ഇസ്ഹാഖ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഒന്നാമത്തെ റകഅത്തിൽ നബി ഓതിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ റകഅത്തിൽ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ എന്നുള്ള ആൽ ഇംറാനിലെ 52 ആയത്തും ഓതിയതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഓതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്നവർക്ക് ഓതാ, അല്ലാത്തവർക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അല്ലാഹു ഓതിയാൽ മതി. ഖുൽ ഹുവല്ലാഹു സുലുസുൽ ഖുർആൻ എന്ന ഖുർആന്റെ 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ മഹത്വം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ചെറിയ സൂറത്തുകൾ ഒരായത്ത് ഓതി എന്ന് പറഞ്ഞു ഒന്നാമത്തെ ഇതില് ചെറിയ സൂറത്തുകൾ ഓതുകയാണ് വേണ്ടത് എന്നാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സൂറത്തുകളൊന്നും ഓതാതെ ഫാത്തിഹ മാത്രം ഓതിയാൽ മതിയോ? സൂറത്ത് സുന്നത്തുകളിൽ പൊതുവെ സാധാരണ നമ്മൾ ഫാത്തിഹ മാത്രം ഓതാറുണ്ട് പലരും. ശരിക്കും സുന്നത്ത് നിസ്കാരങ്ങളിലാണ് ദീർഘിച്ച് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. പക്ഷെ ഫജറിന്റെ ഇതില് ഈ ചെറിയ രണ്ട് സൂറത്തുകളാണ് ഓതേണ്ടത്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിന് പറയുന്നത്, സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഓതാതെ ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. ഓതുന്ന വിധിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ലാ ഹറജ അൻ തഖ്സുറ അലൽ ഫാത്തിഹ ഫി റകഅത്തൈൽ ഫജ്ർ. ഫാത്തിഹന്റെ ഈ സുബൈന്റെ മുമ്പുള്ള ഈ 2 റകഅത്തിൽ ഫാത്തിഹ മാത്രം ഓതിയാലും മതി, കുഴപ്പമില്ല. കാരണം നബി യുഖഫിഫു എന്നുള്ളത് ഒരുപാട് ഹദീസിൽ വന്നതുകൊണ്ട് നബി ലഘുവായിരിക്കുമായിരുന്നു, പെട്ടെന്ന് ഓതുമായിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഇഖാമത്തിന് സമയമുണ്ട് എന്ന് കരുതി ദീർഘമായി പാരായണം ചെയ്യാൻ പറ്റുമോ? ഇഖാമത്തിന് സമയമുണ്ട്, അവിടെ സമയമുണ്ട്, ഒരുപാട് ടൈം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഓതട്ടെ എന്ന് കരുതേണ്ട ആവശ്യമില്ല. അപ്പൊ സുന്നത്ത് നഷ്ടപ്പെടുക. സുന്നത്ത് എന്താണ് അവിടെ? ചെറിയ സൂറത്ത് ഓതുക, അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതും ഓതലാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അങ്ങനെ ദീർഘിച്ച് ഓതുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് അവന് സുന്നത്ത് ഉപേക്ഷിച്ചു. സുന്നത്ത് ഉപേക്ഷിച്ച പിന്നെ നമ്മളെ കൂലി നഷ്ടപ്പെടല്ലേ. അപ്പൊ ചെറിയ സൂറത്ത് തന്നെ ഓതാണ് വേണ്ടത്. ഇനി ഈ സുന്നത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, നമ്മൾ വന്നപ്പോ ഇത് താമസിച്ചിട്ടാണ് നീറ്റത്, നിസ്കാരം തുടങ്ങി, ജമാഅത്ത് തുടങ്ങി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഇതിന് അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അതിന് പറയുന്നത്, ഒന്ന് യുഹയ്യിറു ബൈന അദായിഹ ബഅദ സ്വലാ, ഒന്നുകിൽ അവൻ നിസ്കാരം സലാം വീട്ടിയ ഉടനെ നീട്ടിട്ട് എന്ത് ചെയ്യാം, എഴുന്നേറ്റ് നിസ്കരിക്കാം. മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം അവന് ഖളാ വീട്ടും. അതെപ്പോ തസ്ബീഹുൽ, അതായത് നമ്മളെ പ്രധാനപ്പെട്ട ദിക്റും തസ്ബീഹും ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ചെയ്യാം. അതല്ലെങ്കിൽ തഅ്ജീലുഹ ഇലാ ബഅദ ഇർതിഫാഇ ശംസ് ഇല ദുഹ, സൂര്യൻ ഉദിച്ചുയർന്ന ശേഷം നിസ്കരിക്കുക ദുഹന്റെ സമയത്ത്. സുബഹ് നമ്മൾ ജമാഅത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാൻ സമയമുണ്ട്. ചിലപ്പോൾ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റതെങ്കിലോ സൂര്യ ഉദിക്കാൻ സമയം ആയിട്ടുണ്ട് എങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കരുത്. അപ്പൊ പിന്നെ സൂര്യ ഉദിച്ചുയർന്നിട്ടാണ് സുന്നത്ത് നിർവഹിക്കേണ്ടത് എന്നാണ്. ഇനി ഒരാൾക്ക് ഫജ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു, ഫജ്റിനെ നഷ്ടപ്പെട്ടു, സൂര്യ ഉദിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ അവൻ ആദ്യം സുന്നത്ത് നിസ്കരിക്കുക സുബഹിന്റെ, പിന്നെയാണ് സുബഹ് നിസ്കരിക്കേണ്ടത്. അതേപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ ഒരു യാത്രയിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ സംഭവം നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് സുബഹിന്റെ സമയത്തൊക്കെ. അങ്ങനെ സൂര്യന്റെ വെയില് മുഖത്ത് തട്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, ആദ്യം എഴുന്നേറ്റ് ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫജ്ർ നിസ്കരിച്ചത് എന്നൊക്കെ ഹദീസിൽ വന്നു. അതേപോലെ തന്നെ പള്ളിയിൽ വന്നപ്പോ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അതിന് തഹിയ്യത്തിന്റെ സുന്നത്ത് അത് മതിയോ? അത് മതി. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ തഹിയ്യത്തിന്റെ വേറെ നിസ്കരിക്കേണ്ടതില്ല. ഏത് സമയത്തും അങ്ങനെ തന്നെയാണ്. മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു അല്ലെങ്കിൽ ഫർദ് നിസ്കരിച്ച പിന്നെ തഹിയ്യത്ത് എന്തില്ല, ആവശ്യമില്ല. കാരണം പള്ളിയിൽ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണ്, ഒരു നിസ്കാരമെങ്കിലും നിസ്കരിക്കാതെ ഇരിക്കരുത്. അപ്പോ മുമ്പുള്ള സുന്നത്ത് നിർവഹിച്ച പിന്നെ തഹിയ്യത്തിന്റെ ആവശ്യം വരുന്നില്ല.
അതേപോലെ തന്നെ പള്ളിയിൽ നമ്മൾ വരുന്ന സമയത്ത് ജമാഅത്ത് നടക്കുന്ന സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്. ചില ഹനഫികളൊക്കെ അങ്ങനെ ചെയ്യും. ഹനഫികൾക്കൊക്കെ അത് വാജിബാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇതിൽ കൂടുള്ളൂ. പക്ഷെ അത് തെറ്റാണ്. കാരണം ജമാഅത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വേറെ ഒരു നിസ്കാരം പാടില്ല. പിന്നെ ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഈ സുന്നത്ത് നിസ്കാരം സുബഹിന്റെ മുമ്പുള്ളത് സമയമാകുന്നതിന് മുമ്പ് നിർവഹിക്കാൻ പാടില്ല. എല്ലാ സുന്നത്തുകളും ഫജറിന്റെ ബാങ്ക് വിളിക്കുമ്പോഴാണ് സമയമാകുന്നത്. സമയമാകുമ്പോഴാണല്ലോ ബാങ്ക് വിളിക്കുന്നത്. ആ ബാങ്ക് വിളിച്ച ശേഷമേ ഫജറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാൾ ഞാൻ നേരത്തെ നീറ്റു ഒന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചാൽ ശരിയാവില്ല. ബാങ്ക് വിളിച്ച ശേഷം മാത്രമേ, അതായത് സമയമായ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പുള്ള സുന്നത്ത് നിർവഹിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ശേഷമുള്ളത് നിസ്കാരം കഴിഞ്ഞിട്ടേ നിർവഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അഥവാ നമ്മൾ സമയമായി എന്ന് കരുതിയിട്ട് നിസ്കാരം കഴിഞ്ഞു പിന്നെയാണ് ബാങ്ക് കേൾക്കുന്നതെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. കാരണം സമയമാകാതെ ആ നിസ്കാരം ശരിയാവുന്നതല്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. നിങ്ങൾക്ക് അറിയാത്തത് ചോദിക്കാവുന്നതാണ്. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.